ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ ചെറിയ കളികളില്ല, വലിയ കളികളേ ഉള്ളൂ. പ്രത്യേകിച്ച് മറുവശത്ത് മാണിക്യോത്ത് മഹേന്ദ്രനാവുമ്പോ. IASകാരിയുടെ കുരുട്ട് ബുദ്ധിയെന്നോ വക്രബുദ്ധിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഞാൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അവളുടെ ആങ്ങളെയാ, കൂടെ പറഞ്ഞ സഹോദരൻ. എങ്കിലേ ഞാൻ അവളുടെ അച്ഛനാടാ, തന്ത. ആ സ്ഥാനം കഴിഞ്ഞേ ആങ്ങളെ ഉള്ളൂ. പിന്നെ ചന്ദ്ര, അവൾ ഇവിടെ ഇല്ല. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ നിയമപരമായി തടഞ്ഞു വെച്ചാൽ അതിപ്പോ അച്ഛനോ അമ്മയോ ആരാണെങ്കിലും ക്രിമിനൽ കുറ്റമാണ്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ നിയമപരമായി അവകാശമില്ല. ഓ, അതുകൊണ്ടായിരിക്കും കല്യാണം പോലും കഴിക്കാത്ത എന്റെ ചെറുക്കനെയും കൊണ്ട് കളക്ടർ മേഡം ഈ ലോകം മുഴുവൻ കറങ്ങുന്നത് അല്ലേ? വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതിലാർക്ക് തലയിടാൻ പറ്റില്ലല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ സംസാരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റിനോട് കൂടിയാണെന്ന് ഓർക്കണം. ഓരോ മോശം വാക്കിനനുസരിച്ച് പിഴ വരുന്ന രീതിയിൽ കേസ് ഫയൽ ചെയ്യാനേ എനിക്കറിയാം. കച്ചവടക്കാരന്റെ ബുദ്ധിയിൽ തെളിയാത്ത പല ലോ പോയിന്റുകളും IASന്റെ ബുദ്ധിയിൽ വരും. എന്നെക്കൊണ്ട് അത് എടുപ്പിക്കരുത്. എടുപ്പിച്ചാൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നിറങ്ങാൻ സമയം കിട്ടില്ല. നിയമം കൊണ്ട് ഞാൻ പൂട്ടിക്കളയും. ഒടുക്കത്തെ പൂട്ട്. ഓ, അങ്ങനെയാണോ? അതെ. ചന്ദ്രയുടെ അമ്മയല്ലേ? അതെ. ചന്ദ്രയുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ഞങ്ങൾക്ക് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വീട്ടിൽ എന്റെ മോള് ചന്ദ്ര ഇല്ല. സംശയം ഉണ്ടെങ്കിൽ കളക്ടർ മേഡത്തിന് കയറി നോക്കാം. പക്ഷേ യവൻ കേറാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, ഞങ്ങള് രണ്ടുപേരും കേറുന്നില്ല. കേറി നോക്കാൻ അധികാരമുള്ളവര് തന്നെ കേറി നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ ചെറിയ കളികളില്ല, വലിയ കളികളേ ഉള്ളൂ. പ്രത്യേകിച്ച് മറുവശത്ത് മാണിക്യോത്ത് മഹേന്ദ്രനാവുമ്പോ. IASകാരിയുടെ കുരുട്ട് ബുദ്ധിയെന്നോ വക്രബുദ്ധിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഇനി ഞാനും നിങ്ങളും തമ്മിലല്ല, ഇവരും നിങ്ങളും തമ്മിലാ പോര്. അത് മാറി നിന്ന് സൈലന്റായിട്ട് കൺകുളിർക്ക് കാണാനേ ഞങ്ങൾക്ക് വിധിയുള്ളൂ. നീ എവളെയും വിളിച്ചോണ്ട് വന്നത് എന്റെ കുടുംബത്തിന്റെ അടിവേരിളക്കാനായിരുന്നു അല്ലേ? മാന്യതയോട് അച്ഛനോട് ചോദിച്ചതല്ലേ ചന്ദ്രയെ ഒന്ന് കാണാൻ പറ്റുമെന്ന്. അച്ഛന്റെ കയ്യിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ചന്ദ്ര വിളിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇവരുടെ കൈവശമുണ്ട്. ഇവിടെ ഇവരെ തടയാതിരിക്കുന്നതായിരിക്കും അച്ഛന് ബുദ്ധി. നിങ്ങൾ നിങ്ങളുടെ മകളെ വീടിനുള്ളിൽ തടഞ്ഞു വെച്ച് പീഡിപ്പിക്കുകയാണെന്ന് ഒരു പരാതി കിട്ടിയിട്ട് വന്നതാ. ഞങ്ങൾക്ക് ഈ വീടൊന്ന് കയറി പരിശോധിക്കേണ്ടി വരും. തടഞ്ഞ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യേണ്ടി വരും. കേറി നോക്കണം. എല്ലായിടത്തും നോക്ക്. ശരി മേഡം. ഇവിടെങ്ങും ആരുമില്ല. കണ്ടില്ലേടി നിന്റെ മോൻ വന്ന് നിൽക്കുന്നത്? സ്വന്തം തന്തയെ പച്ചയ്ക്ക് കത്തിക്കാൻ തീക്കൊള്ളിയുമായിട്ട് വന്ന് നിൽക്കുക. ഒന്ന് കാലിടറി താഴെ വീണുപോയാ ഇവൻ അപ്പോ എന്നെ കത്തിക്കും. ഹലോ. മോളെ, നീ ഇപ്പൊ എവിടെയാ? എന്താ അമ്മേ? പോയ കാര്യം എന്തായി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. എടി,
ശാരി ഒന്ന് വീണു. കരുണ ഹോസ്പിറ്റൽ അഡ്മിറ്റാ. എന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ. ചില പ്രശ്നങ്ങളുണ്ട്. ശരി, ഞാൻ ഉടനെ വരാം. അമ്മ ഫോൺ വെച്ചോ. മോളെ, പോയ കാര്യം ഒന്ന് പറ. എന്തായി? അത് പറയാൻ ഏറെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ. എടി മോളെ. ഞാൻ ശ്രുതി പത്മനാഭൻ. അതിലെ പത്മനാഭൻ ഞാനാണ്. എന്തായി? വീടിന്റെ മുക്കും മൂലയും ഒക്കെ പരിശോധിച്ചല്ലോ. എന്നിട്ട് എന്താ ഒന്നും കിട്ടിയില്ലേ? ആ വാട്ടർ ടാങ്കിൽ നോക്കിയായിരുന്നോ? അല്ല, ചില സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ. ചിലപ്പോ ഞാൻ എന്റെ മോളെ അതിന്റെ അടിയിൽ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ. ക്രൂരനായ അച്ഛനല്ലേ, ചിലപ്പോ അതും ചെയ്യും. എന്താണ് കളക്ടറെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ മകളെ ഞാൻ എന്റെ ഈ വീട്ടിൽ തന്നെ ഒളിപ്പിക്കൂന്ന് ഈ IAS ബുദ്ധിയിൽ തോന്നിയല്ലോ. കഷ്ടം. 5-ാം വയസ്സിൽ കച്ചവടത്തിനിറങ്ങിയവന്റെ ബുദ്ധിയുടെ അളവ് പരിശോധിക്കുമ്പോ കുറച്ച് അനുഭവ സമ്പത്തിന്റെയും കുറച്ച് ഓണം കൂടുതലുണ്ടതിന്റെയും ഗുണം കാണിക്കും. അത് പ്രകൃതിയുടെ വരദാനമായിട്ട് കിട്ടുന്ന കാര്യമാ. അത് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ പാസ്സാകുന്ന റെഡിമെയ്ഡ് പുസ്തക പുഴുക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ജയിച്ചോ. പക്ഷെ ഒന്നും ഓർക്കണം, എന്നെ കരുവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ചാ കളിക്കുന്നെ. ഇതാ കുട്ടിയെ ഇല്ലാതാക്കുന്നതിന് തുല്യം. എന്റെ മോളല്ലേ, അത് ഞാൻ അങ്ങ് സഹിച്ചു. അപ്പൊ പിന്നെ മറ്റൊന്നും പറയാനില്ലല്ലോ. എന്നാ പിന്നെ യവനെയും വിളിച്ചോണ്ട് അങ്ങ് പോവാൻ നോക്ക്. ഇതിവിടം കൊണ്ട് തീർന്നു എന്ന് കരുതണ്ട. ആ കുട്ടി എവിടെയാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും.